അനാഥ സംരക്ഷണം, അഗതി സംരക്ഷണം, അത് രണ്ടിനും പറ്റിയ സമയമാണ് ഈ റമദാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ 1-2 ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ആ ഹദീസ് വെച്ചിട്ട് ചില ചിന്തകൾ നമുക്ക് നന്നാവും. മൻ ആല സലാസതം മിനൽ ഐതാം, 3 യതീമുകളെ ഒരാൾ സംരക്ഷിച്ചാൽ, മൻ ആല സലാസതം മിനൽ ഐതാം കാന കമൻ ഖാമ ലൈലഹു വസാമ നഹാറഹു വഗദാ വറാഹ ശാഹിറൻ സൈഫഹു ഫീ സബീലില്ലാഹ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്ന, രാവും പകലുമില്ലാതെ വഗദാ വറാഹ ശാഹിറൻ സൈഫഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാളൂരി സമരരംഗത്ത് സജീവമാകുന്നയാളെ പോലെയാണ്. രാവും പകലുമില്ലാതെ സമരഗോധയിൽ മുന്നേറുന്ന, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ, അയാള് സ്വാഭാവികമായും നല്ലവനാണോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ, ഉറപ്പല്ലേ? വകുന്തു അന വഹുവ ഫിൽ ജന്നതി അഖവാൻ, ഞാനും അവനും സ്വർഗത്തിൽ കൂട്ടുകാരായിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി കമാ അന്ന ഹാതൈനി ഉഖ്താൻ, ഈ 2 വിരലുകൾ കൂട്ടുകാരായതുപോലെ ഞാനും അവനും തൊട്ടടുത്ത സീറ്റിലിരിക്കും. എന്നിട്ട് ചൂണ്ടുവിരലും നടുവിരലും റസൂലുള്ള ചേർത്തു പിടിച്ചു. എത്ര സുന്ദരമായൊരാശയാണ്. ഞാൻ ഈ സംഗതി വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു ഹദീസും കൂടെ നമ്മൾ വായിക്കാം. ഇതെന്നപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് അല്ലേ? 3 യതീമിന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്ത്, മുണ്ട് കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത് സംരക്ഷിച്ചാൽ അവന് കിട്ടുന്ന കൂലി എത്ര? 24 മണിക്കൂറും ദീനിന് വേണ്ടി സജീവമായി സമരം ചെയ്തു, രാത്രി മുഴുവൻ നിസ്കരിച്ചു, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചു. ഇങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് നാ പറയുന്നത്. അത് കഴിയാത്ത കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, നടക്കാത്ത കാര്യമാണ്. അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടും ഈ ആൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രയാണ് അതിന്റെ പുണ്യം? ഒരു ഹദീസും കൂടെ കൂട്ടി വെക്കുക, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. മൻ ഖബല യതീമൻ മിൻ ബൈനി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്നൊരാൾ ഒരു യതീമിനെ കൈപിടിച്ചു കൊണ്ടുവന്നാൽ, ഇലാ തുആമിഹി വശറാബിഹി, അവന്റെ വീട്ടിൽ അവനുണ്ടാക്കിയ ഭക്ഷണവും വെള്ളവും ഉണ്ട്, ഞമ്മക്കുണ്ടാക്കിയ ചോറ്റിലേക്ക്, ഞമ്മക്കുണ്ടാക്കിയ കറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വഴിയിൽ കണ്ട ഒരു യതീമിനെ കയ്യും പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത അൽബത്ത, തീർച്ചയായും ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുക തന്നെ ചെയ്യും. നിസ്സംശയം, സംശയം വേണ്ട, അയാൾ സ്വർഗത്തിലാണ്. ഇല്ലാ അൻ യഅമല ദംബൻ ലാ യുഗ്ഫറു ലഹു, പൊറുക്കപ്പെടാത്ത തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലൊഴികെ. പൊറുക്കപ്പെടാത്ത തെറ്റേതാ? ശിർക്ക്. അപ്പൊ ശിർക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ ഒരു യതീമിനെ എന്നും തൻ്റെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും കൈപിടിച്ച് കൊണ്ടുവന്ന് ഒരു യതീമിന് ഭക്ഷണം നൽകുന്ന ആളാണെങ്കിൽ ഒരു യതീം കുട്ടിനെ സംരക്ഷിച്ചാൽ അയാൾ സ്വർഗത്തിലാന്ന് ഉറപ്പാണ്. 3 യതീമുകളെ സംരക്ഷിച്ചാലുള്ള പ്രതിഫലം കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ റമദാൻ മാസത്തിലൊന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, ആ മനുഷ്യന്റെ വലിപ്പം എത്രയാണ്? ഞാൻ ഒന്ന് നെൻസിൽ തട്ടി ആലോചിക്കാനാണ് ഇപ്പൊ നിങ്ങളോട് ഇത് പറയുന്നത്. ഒരു കുട്ടിനല്ല, 3 കുട്ടികളല്ല, 3000 അല്ല, 10,000 മക്കളെ, 10,000 മക്കളെ ഇതുവരെയായിട്ട് പരിപാലിച്ചു, ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്രയാണെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല, കഴിഞ്ഞു പോയതൊക്കെ കൂട്ടിയാൽ. ഈ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം എത്രയായിരിക്കും? അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, കണ്ടോ, ശിർക്കല്ലാത്ത ഏത് പാപമുണ്ടെങ്കിലും അത് അള്ളാഹു മൈൻഡ് ചെയ്യൂല എന്നല്ലേ നേരത്തെ പറഞ്ഞു. ഇല്ലാ അൻ യഅമല ദംബൻ ലാ യുഗ്ഫറു. എന്തായാലും ഉസ്താദ് ഒരു പക്കാ മുവഹിദാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. നമ്മൾ അവിടെയൊന്നും അല്ലുള്ളത്.
ഉസ്താദ് സ്വാലിഹായ അമലുകളെല്ലാം ചെയ്യുന്നയാളാണ്, നമ്മളെക്കാളേറെ സ്വാലിഹായ കർമ്മങ്ങളുള്ളയാളാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന യത്തീമുകളെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് വേറെ ഒന്നും വേണ്ടാന്നപ്പോ നേരത്തെ പറഞ്ഞു. ഒരു യത്തീമിനെ ആത്മാർത്ഥമായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ശിർക്കല്ലാത്ത ഏത് പാപ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അള്ളാഹു പരിഗണിക്കൂല എന്നല്ലേ മുത്തുനബിയുടെ നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് ഹബീബ് പറഞ്ഞത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ റമദാൻ കാലത്ത് നമ്മളൊക്കെ മർക്കസിനെ സഹായിക്കണം, നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കണം. എല്ലാ സ്ഥാപനങ്ങളിലും യതീമുകൾ മാത്രമല്ല, മിസ്കീനും എടുത്ത വിഷയമാണ്, ഇനി വരാൻ പോവാണ്. വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെ സഹായിക്കും പോലെ മിസ്കീന്മാരെ സഹായിക്കാൻ പറ്റിയ ചാൻസ് ഏതാണ്? അത് ഇൽമുമായിട്ട് ബന്ധപ്പെട്ട സഹായവും കൂടെ ആകുമല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാട്ടിൽ കുടുംബങ്ങളുള്ള പ്രാരാബ്ധങ്ങളുള്ള കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകും. വിഷമിച്ച് കഴിയുന്നവർ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ജോലിയില്ലാത്തവർ, അവരെയൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അവരെ നന്നായി ശ്രദ്ധിക്കണം, കേൾക്കണം, അറിയണം, പരിഹാരങ്ങൾ നൽകണം. അല്ലെങ്കിൽ മുത്തുനബി നിങ്ങളെ കാണൂല, നിങ്ങളെ മുഖത്തേക്ക് നോക്കൂല. സാധുവിനെ ശ്രദ്ധിക്കാത്തവനെ മുത്തുനബിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതിയൊരു സംഭവം ഞാൻ ഉദ്ധരിക്കട്ടെ. കഥ പറയുമ്പോൾ സമയം നഷ്ടപ്പെടും. ഞാൻ പൊതുവേ ഈ കഥ പറയലും പൊതുവെ കുറവാണ്. കാരണം ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. എന്നാൽ അതിൽ ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. നുറുങ്ങുകളാണെങ്കിൽ, ചെറിയ നുറുങ്ങുകളാണെങ്കിൽ പെട്ടെന്ന് ഉപകാരപ്പെടും, സമയം നഷ്ടപ്പെടില്ല. അതല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകും. പക്ഷേ ഇവിടെ അത് പറഞ്ഞാൽ വളരെ ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച ഒരു സംഭവം, ഒരു മഹാൻ, ആ മഹാന്റെ പേരറിയാത്തത് കൊണ്ടല്ല ഞാൻ പറയാത്തത്, മനഃപൂർവ്വം പറയാതിരിക്കുക. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു മഹാനെ പരാമർശിക്കുകയാണ്. അദ്ദേഹം ദർസ് നടത്തുന്ന പള്ളിയിൽ, അത് അവരെ കുറ്റം പറയാൻ പറ്റൂല, ഇതിന്റെ ഗൗരവം അറിയുന്നതിന്റെ മുമ്പ് സംഭവിച്ചു പോയൊരു സംഭവം പറയുന്നത്. പക്ഷേ ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. എഴുതി വെക്കുന്നത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവരുടെ പള്ളി, ദർസ് നടത്തുന്ന പള്ളിയിൽ ഒരു സാധു വന്നു. രാവിലെ ഉച്ചക്ക് കയറിക്കൂടി. അയാള് കിതാബിലുണ്ട്, ഒട്ടകപ്പക്ഷിയെ പോലെ തലയും പൂഴ്ത്തിയിട്ട് ഒരൊറ്റ ഇരുത്താണ്. പള്ളിയുടെ മുൻ സഫിൽ തന്നെ ദിക്റും ചൊല്ലിങ്ങനെ ഇരിക്കുകയാണ്. ഒരു സാധു മനുഷ്യൻ, കണ്ടാൽ ഒരു ഫക്കീറാണ്, മിസ്കീനാണ്, ഒരു മുസാഫിർ, കയറി വിശ്രമിക്കുന്നു പള്ളിയിൽ. അദ്ദേഹത്തെ കണ്ടു. ഉസ്താദും കുട്ടികളും രാത്രി തൊട്ടടുത്ത വീട്ടിലൊരു നല്ല പരിപാടിയുണ്ട്, ഒരു സൽക്കാരമുണ്ട്. ആ സൽക്കാരത്തിലേക്ക് ഉസ്താദിനെയും കുട്ടികളെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ മഹാനവറുകളെ, ഇത് ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മഹാനാണ്. അങ്ങനെ എന്ത് ചെയ്തു? കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന നേരത്ത് ഇദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, മക്കളെ, അവിടെ ഒരു സാധു വന്നിരിക്കുന്നുണ്ടല്ലോ, ആ മുസാഫിറിനെയും കൂടെ വിളിച്ചോളൂ. നമ്മുടെ കൂടെ വന്നാൽ അദ്ദേഹത്തിന് ആചാര്യ പോരെന്ന് ഭക്ഷണം കിട്ടുമല്ലോ. ആചാര്യന്ന് ഞാൻ കൂട്ടിക്കൊടുക്കണം. നമ്മളെ സൽക്കരിച്ച ആളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുമല്ലോ, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കുട്ടി പോയി വിളിച്ചപ്പോൾ ഈ മുതഅല്ലിമിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ പ്രധാനമായ ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല, അങ്ങനെ കാര്യമായൊരു ഭക്ഷണമൊന്നും ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല, എനിക്കത് വേണമെന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പം കുറച്ച് പൊടിയരിക്കഞ്ഞി എടുത്തോ എന്ന് പറഞ്ഞു. കുറച്ച് പൊടിയരിക്കഞ്ഞി കരുതിക്കോ, ഞാൻ അത് കുടിച്ചോളാന്ന് പറഞ്ഞു. ഉസ്താദിനോട് ചെന്ന് ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓഹോ, നല്ല ഭക്ഷണമൊന്നും അയാൾ കഴിക്കൂലല്ലേ, പൊടിയരിക്കഞ്ഞിയെ കുടിക്കുള്ളൂ, എന്നാ അവിടെ ഇരുന്നോട്ടെ, നമ്മൾ പോവാന്ന് പറഞ്ഞു. പോയി. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ പള്ളിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഉസ്താദും കുട്ടികളും ഒക്കെ തിരിച്ചു വന്നു. കുട്ടികളൊക്കെ പള്ളിയിലാണ്. ഉസ്താദ് തൊട്ടടുത്തുള്ള തൻ്റെ സ്വന്തം വസതിയിൽ പോയി കിടന്നുറങ്ങുന്നു. വലിയ മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല. അവരുടെ നിലവാരം ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനും നിങ്ങളും ഇങ്ങനെ ചെയ്താൽ മുത്തുനബി വന്ന് തിരുത്തിക്കോളണമെന്നില്ല. അന്ന് രാത്രി ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. പലപ്പോഴും മുത്തുനബിയെ സ്വപ്നം കാണുന്നത് പോലെ അന്നു രാത്രിയും ഹബീബിനെ സ്വപ്നം കണ്ടു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴുതൽ, എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായി പോയാൽ
മുത്തുനബി വന്ന് ഇടപെട്ടതങ്ങ് തിരുത്തുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ എത്ര ധന്യരാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. സ്വപ്നം കാണുക. അപ്പോൾ നബി തങ്ങളെ മാത്രമല്ല അന്ന് കണ്ടത്. ഇദ്ദേഹം പറയാണ്, വലിയൊരു പടയാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പൊ എനിക്ക് മറുപടി കിട്ടി, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. 1,24,000 വരുന്ന പ്രവാചക കുടുംബമാണിത്. എല്ലാ പ്രവാചകന്മാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കി അതിന്റെ മുൻനിരയിൽ ഉണ്ടാവുമല്ലോ എൻ്റെ ഹബീബ്, കാരണം അഫ്ദലുർ റസൂലാണല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ അന്തസ്സോടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പിൽ അവിടെ ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ പതുക്കെ ചെന്നിട്ട് വലതുഭാഗത്തുകൂടെ മുത്തുനബിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അപ്പോൾ മുത്തുനബി ഇടത്തോട്ട് മുഖം തിരിച്ചു. ഞാൻ ഇടതുഭാഗത്തിലൂടെ വന്നു, പിന്നിലൂടെ വന്ന് ഇടതുഭാഗത്ത് വന്ന് മുഖം തിരിച്ച ഭാഗത്തേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മുഖം അങ്ങോട്ടും തിരിച്ചു. എന്റെ സലാം മടക്കിയില്ല. അവിടുന്ന് ഞാൻ ചോദിച്ചു, അല്ലയോ മുത്തുനബിയെ, എന്താ പറ്റിപ്പോയത് അങ്ങേക്ക്? പലപ്പോഴും മുത്തുനബിനെ സ്വപ്നത്തിൽ കാണുന്ന ആളാണ്. എന്താണ് അങ്ങേക്ക് പറ്റിയത്? എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാനൊരു സലാം പറഞ്ഞിട്ട് മടക്കാത്തതെന്തേ? ഉടനെ തന്നെ മുത്തുനബി പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങളുടെ സലാം എനിക്ക് വേണ്ട. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കുഞ്ഞിക്കൈയിൽ കഞ്ഞിയല്ലേ ചോദിച്ചുള്ളൂ, അത് കൊടുക്കാത്ത നിങ്ങളുടെ സലാം എനിക്ക് വേണ്ട. അല്ലാഹ്, ബഹുമാനപ്പെട്ടവരാകെ അസ്വസ്ഥരായി. പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ വേഗം ഡ്രസ്സ് മാറി ഓടുക പള്ളിയിലേക്ക്. ആളെ കിട്ടണം. കഞ്ഞിയല്ല, ചോറ് തന്നെ കൊടുക്കാം, പള്ള നിറച്ചു കൊടുക്കാം. അത് മുത്തുനബിന്റെ അടുത്ത് ഇപ്പൊ ശരിക്കും നിർദ്ദേശം കിട്ടി. ഓടി വന്നപ്പോൾ പള്ളിയിൽ ഈ മനുഷ്യനുണ്ടോ എന്നാ നോക്കുന്നത്, കാണുന്നില്ല. അപ്പൊ മഹാനവറുകൾക്ക് തോന്നി ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് ഇറങ്ങിയതാണോ. പള്ളിയുടെ സൈഡിലുള്ള വാതിലിന്റെ അടുത്ത് നോക്കിയപ്പം കക്ഷിയുണ്ട്, വേഗം ഓടിപ്പോകുന്നു. അപ്പൊ വിളിച്ചു, നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. ഈ മനുഷ്യനെ വിളിക്കാൻ, അവിടെ നിൽക്കൂ, പോകല്ല. നിങ്ങൾക്ക് കഞ്ഞി വേണോ, ഭക്ഷണം ഏതാ വേണ്ടതെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കി തരാം. അപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, ഒരു കുഞ്ഞിക്കൈയിൽ കഞ്ഞിക്ക് 1,24,000 നബിമാരുടെ റെക്കമെൻഡ് വേണ്ടേ, വേണ്ട എന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരങ്ങോട്ട് വല്ലാതെ സമ്മിപ്പോവുകയാണ്. മഹാനവറുകൾ പറയുന്നു, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മിസ്കീനിനെയും അവഗണിച്ചിട്ടില്ല. അപ്പോൾ ആളുഷാറാകും. അതോടുകൂടെ ആളുഷാറായി. നമുക്ക് ഗുണപാഠം കിട്ടാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. ആളെ കൊണ്ട് നിങ്ങൾക്കൊരു സൂഉൽ തോന്നിപ്പിക്കാതിരിക്കാനാണ് പേര് പറയാതിരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഖ്ദൂം തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവം. നമ്മൾ പഠിക്കണം. സാധുക്കളെയും യതീമുകളെയും നല്ലപോലെ പരിഗണിക്കണം കേട്ടോ. യതീമുകളെ പരിഗണിക്കാഞ്ഞാൽ കാര്യം അപകടമാണ്. സാധുക്കളെ പരിഗണിക്കാഞ്ഞാലും അങ്ങനെയാണ്. ഗതിയില്ലാത്തവരെ താങ്ങുന്ന കൈകൾ ഒരിക്കലും ആ കൈകൾ വെറുതെയായി പോകില്ല. റമദാനിൽ അതിന് പറ്റിയ സമയം. റസൂലുള്ളാഹി ഷഹ്റുൽ മുവാസാത്ത്, ആ നീണ്ട ഹദീസ് ഉണ്ടല്ലോ, ഷഅബാന്റെ അവസാന ദിവസം റസൂലുള്ളാഹി പറഞ്ഞ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിലുണ്ടല്ലോ ഷഹ്റുസ് സബ്രി വസ്സബ്റു ജസാഉഹുൽ ജന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വശഹ്റുൽ മുവാസാത്ത്. അതെ, ഇത് മുവാസാത്തിന്റെ മാസമാണ്. മുവാസാത്ത് എന്ന് പറഞ്ഞാൽ സാന്ത്വനിപ്പിക്കുന്ന മാസമാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും സാന്ത്വനിപ്പിക്കേണ്ട മാസമാണ്. ഗതിയില്ലാത്തവർക്ക് സാന്ത്വനം നൽകേണ്ട മാസമാണ്. റമദാനിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ ധാരാളം നടത്തണം. സുഹൃത്തുക്കളെ, നബി തങ്ങൾ പറയുന്നു, അബൂ യഅല റിപ്പോർട്ട് ചെയ്യുന്ന ഹസനായ സനദുള്ള മറ്റൊരു ഹദീസ്, അന അവ്വലു മൻ യഫ്തഹു ബാബൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനാണ് സ്വർഗത്തിന്റെ വാതിൽ ഔദ്യോഗികമായി ആദ്യം തുറന്നുദ്ഘാടനം ചെയ്യാം. നമ്മളെ വീടിന്റെ ഗൃഹപ്രവേശ നാളില്, ഹൗസ് വാമിങ്ങിന്റെ അന്ന് ഗൃഹപ്രവേശനത്തിന് നമ്മൾ ആരെ കൊണ്ടുവരാറുണ്ട്?
ഏതെങ്കിലുമൊക്കെ തങ്ങന്മാരെയോ സയ്യിദന്മാരെയോ ആലിമീങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വാതിൽ തുറപ്പിക്കും. സ്വർഗം വാതിൽ തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞതാണ് അന അവ്വലു മൻ യഫ്തഹു ബാബൽ ജന്ന. ആ ഉദ്ഘാടന ചടങ്ങിൽ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒറ്റ തവണയൊന്ന് ചൊല്ലൂ മുഅ്മിനീങ്ങളെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അന അവ്വലു മൻ യഫ്തഹു ബാബൽ ജന്ന ഇല്ലാ അന്നി അറംറഅതൻ തുബാദിറുനി. നബി തങ്ങൾ പറയാ, പക്ഷേ ഞാൻ സ്വർഗം തുറന്നുദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തുമ്പം, സ്വർഗം തുറന്നുദ്ഘാടനം ചെയ്യാൻ ഞാൻ തന്നെയാണ്, പക്ഷെ ഞാൻ ആ വാതിൽക്കൽ എത്തുമ്പം എന്റെയും മുമ്പ് അവിടെ വന്ന് നിൽപ്പുറപ്പിച്ച ഒരു പെണ്ണിനെ ഞാൻ കാണും. സയ്യിദുനാ റസൂലുള്ളാഹി ഇല്ലാ അന്നി അറാ ഇംറഅതൻ തുബാദിറുനി. എന്റെയും മുമ്പ് അവിടെ എത്തിയ ഒരു പെണ്ണിനെ ഞാൻ കാണും. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിക്കും, മുത്തുനബി പറയാണ്, ഫഅഖൂൽ മാലക്കി വമൻ അൻതി. എന്താണ് നിന്റെ വിഷയം? നീ ആരാണ്? ഞാനാണല്ലോ സ്വർഗ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയത്? എന്റെയും മുമ്പ് സ്വർഗവാതിൽക്കലെത്തിയ നിങ്ങൾ ആരാണ്? അപ്പൊ ആ പെണ്ണ് പറയാണ്, മുത്തുനബിയെ അങ്ങനെ തുറന്നോളൂ, സ്വർഗം തുറക്കേണ്ടത് അങ്ങനെയാണ്, ഉദ്ഘാടനം ചെയ്യേണ്ടത് തങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്കിവിടെ നേരത്തെ എത്താനുള്ള ഒരു അനുമതി എന്റെ റബ്ബ് തന്നത് എന്തിന്റെ പേരിലാണെന്ന് ഞാൻ അങ്ങയോട് പറയാം. അനംറഅത്തുൻ ഖഅത്തു അലാ ഐതാമിൻ ലീ. ചെറുപ്പത്തിൽ എന്റെ ഭർത്താവ് മരിച്ചു. പിറക്കമുറ്റാത്ത മക്കളെ തന്ന എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആ യത്തീം മക്കൾക്ക് വേണ്ടി പുനർവിവാഹം പോലും തൽക്കാലം വേണ്ടെന്ന് വെച്ച് ആ യത്തീം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ജീവിച്ചു. അവർക്ക് വേണ്ടി അങ്ങിരുന്നു തങ്ങളെ. ആ മക്കളെ പോറ്റി വളർത്തി. അപ്പൊ എന്റെ ജീവിത സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ആ യത്തീം മക്കളെ പോറ്റി വളർത്താൻ ഞാൻ തീരുമാനിച്ചപ്പം അല്ലാഹു എനിക്ക് തന്ന ഒരു ആനുകൂല്യമാണ് തങ്ങളെത്തുന്നതിന്റെ മുമ്പ് സ്വർഗവാതിൽക്കലെത്താൻ. ഇങ്ങനെ എന്നോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നു അല്ലേ? കാരണം നമ്മളൊക്കെ യതീമുകളായി വളർന്നവരാണ്. ഞാൻ 8ാമത്തെ വയസ്സിൽ യതീമായി. വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഉമ്മ വിധവയായി. ഞാനാ വലിയ കുട്ടി, എൻ്റെ താഴെ 2 കുട്ടികൾ. അങ്ങനെ ഞങ്ങളെ പോറ്റി വളർത്തിയ എൻ്റെ മാതാവ് ഈ ഹദീസ് വായിക്കുമ്പം ഞാൻ വല്ലാതെ മോഹിച്ചു പോവാറുണ്ട്. റബ്ബേ, സ്വർഗപ്രവേശനം അവർക്കൊക്കെ ഉറപ്പാകുമല്ലോ. മുത്തുനബിയാണല്ലോ പറയുന്നത്. റബ്ബേ, ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാ, അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഒരു യതീമിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. തലോടിയാൽ ആ വിരല് തട്ടിയ മുടികൾ എത്രയുണ്ട്. ഒരു ബാർബർ ഷോപ്പിൽ കയറിയിട്ട് നിങ്ങളെ മുടി വെട്ടിയിട്ട് ആ മുടി കൂട്ടിയിട്ടിട്ട് നിങ്ങളത് എണ്ണിയാ തീരുവോ? എത്ര ദിവസം എണ്ണിയിട്ടാ നിങ്ങൾ തീർക്കുക? തീരൂല. മുത്തുനബി പറയാണ്, ഒരു യതീമിന്റെ തലയിൽ ഇങ്ങനെ തലോടുമ്പോൾ എത്ര മുടികളാണ് ഇവന്റെ കയ്യിൽ തട്ടിയത്. അത്രയും എണ്ണം കണ്ട് ഓരോ മുടിക്കും ഒരു ഹസനത്ത് എന്ന വീതം ഇയാളുടെ കർമ്മ പുസ്തകത്തിൽ നന്മയുടെ പട്ടിക വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ മസഹ അലാ റഅസി യതീമിൻ ലം യംസഹുഹു ഇല്ലാ ലില്ലാഹ്. ആത്മാർത്ഥമായിട്ട് പടച്ചോനെ വിചാരിച്ചിട്ട് ഒരു യതീമിന്റെ തലയിൽ തലോടിയാൽ കാനത് ലഹു ഫീ കുല്ലി ശഅറത്തിൻ മറത് അലൈഹാ യദുഹു ഹസനാത്ത്. സുബ്ഹാനല്ലാഹ്. സുഹൃത്തേ, അനാഥയെ പരിഗണിച്ചോ, അഗതിയെ ശ്രദ്ധിച്ചോ, അതേ എനിക്കും നിങ്ങൾക്കൊക്കെ ബാക്കിയുണ്ടാവൂ. ഇനി പറയുന്നു, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അവിടെ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാം. വിശദീകരണം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് പറഞ്ഞതാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ.
സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവനാണ്. എന്തേ അല്ലാഹു തആല വലാ യുത്ഇമുൽ മിസ്കീൻ എന്ന് പറയാതിരുന്നത്? സാധുവിനെ ഭക്ഷിപ്പിക്കാത്തവനാണ്, അങ്ങനെയല്ലേ പറയേണ്ടത്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യുത്ഇമുൽ മിസ്കീൻ എന്ന് പറഞ്ഞില്ല, വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ. സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ സാധുവിനെ സംരക്ഷിക്കുക എന്നത് നിന്റെ ഔദാര്യമല്ല, അത് അവന്റെ അവകാശമെന്ന് പഠിപ്പിക്കാനാണ്. വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ. സാധുവിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധുവിന്റെ ഭക്ഷണം പോക്കറ്റിലിട്ട് കൊണ്ടടക്കുക നമ്മൾ. അത് സാധുവിന് അവകാശപ്പെട്ടതാ, അത് അവന് കൊടുത്തോളണം. നിർബന്ധമായ സക്കാത്ത് കൊടുത്തോളണം. സദക്കകൾ നീങ്ങേണ്ടത് നീങ്ങണം, നിർബന്ധമല്ലെങ്കിലും. അപ്പൊ പാവപ്പെട്ടവന്റെ അവകാശം പോക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ മുതലാളിയായി ഞെളിഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ പറയാതെ വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞത്. വലാ യുത്ഇമുൽ മിസ്കീൻ എന്ന് പറയാതെ വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ പറയാതെ വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഈ തുആമ് എന്ന പ്രയോഗം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ തുആമുൽ മിസ്കീൻ എന്നാ പറഞ്ഞത്. ചില സ്ഥലത്ത് വന്നിട്ടുണ്ട്, അവിടെ അതിന് കാരണങ്ങളുമുണ്ട്. തുആമുൽ മിസ്കീൻ, സാധുവിന്റെ ഭക്ഷണം. സാധുവിന്റെ ഭക്ഷണം നമ്മളെ പോക്കറ്റിലാവരുത്, അത് അവന്റെ അവകാശമാണ്. അത് എടുത്തു കൊടുത്തിട്ട് പോക്കറ്റ് വൃത്തിയാക്കണം എന്നാ പഠിപ്പിക്കുന്നത്. പിന്നെ ഭക്ഷിപ്പിക്കാതിരിക്കുക എന്ന് പറയാതെ അവന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് എന്തേ? അതായത് സ്വന്തം കൈവശത്തിലില്ലെങ്കിലും മറ്റുള്ളവരോട് വാങ്ങിക്കൊടുക്കാനെങ്കിലും ശ്രദ്ധിക്കണം എന്നൊരു പാഠവും കൂടെ പഠിപ്പിക്കാനാണ്. വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ. എനിക്ക് കഴിയൂല എന്ന് കരുതി മാറി നിൽക്കാൻ പറ്റൂല. എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അല്ലാഹു എന്തിനാ നിനക്ക് കൈ നൽകിയത്? അല്ലാഹു എന്തിനാ നിനക്ക് കണ്ണ് നൽകിയത്? അല്ലാഹു എന്തിനാ നിനക്ക് ചെവി നൽകിയത്? അല്ലാഹു എന്തിനാ നിനക്ക് നാവ് നൽകിയത്? കണ്ണും മൂക്കും ചെവിയും നാവും ഒക്കെ നൽകിയത് സാധുക്കളെ കാണാനാണ്, സാധുക്കളെ കേൾക്കാനാണ്. എന്നിട്ട് സ്വന്തം പോക്കറ്റിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളവനോട് ചോദിച്ചു വാങ്ങിയില്ലാത്തവന് കൊടുക്കുക. അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. മനുഷ്യ, നിനക്ക് രണ്ട് സുന്ദരമായ കണ്ണുകൾ തന്നില്ലേ സാധുക്കളുടെ കഷ്ടപ്പാട് കാണാൻ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. നിന്റെ പോക്കറ്റിലില്ലെങ്കിൽ ഉള്ളവനോട് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന രണ്ട് നാവും, ഒരു നാവും രണ്ട് അധരങ്ങളും ചുണ്ടുകളും, അത് സംസാരിക്കാനാണ്. വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. എന്നിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴിയും നിനക്ക് നമ്മൾ കാണിച്ചു തന്നില്ലേ? എന്നിട്ടും എന്തേ ഈ കണ്ണും മൂക്കും നാക്കുമുള്ളവൻ എന്തേ ഫലഖ്തഹമൽ അഖബ, അവൻ എന്തുകൊണ്ട് കടമ്പ കടക്കാൻ തയ്യാറാകുന്നില്ല? വമാ അദ്റാക മൽ അഖബ, ഏതാണ് കണ്ണും മൂക്കും നാക്കുമുള്ളവൻ കടന്നു തീർക്കേണ്ട കടമ്പ എന്ന് തങ്ങൾക്കറിയുമോ തങ്ങളെ? അനാഥ സംരക്ഷണവും അഗതി സംരക്ഷണവുമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഫ്സീറുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക. ഈ മറുപടികൾ കാരുണ്യ പ്രവർത്തനം നടത്തുക അതൊരു കടമ്പ കടക്കലാണ്, നമുക്ക് താണ്ടിക്കടക്കാനുള്ള മലമ്പാതയാണത് എന്നാ പറഞ്ഞു. ഫലക്ക് തഹമല്ല കബ, എളുപ്പമല്ല, നല്ലോണം കഷ്ടപ്പെടണം. സാന്ത്വന പ്രവർത്തനം നടത്തണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. അതിന് പറ്റിയ മാസമാണ് റമദാൻ. കൂട്ടായിട്ടും ഒരുമിച്ചും ഒറ്റയായിട്ടും തെറ്റയായിട്ടും ഒക്കെ ഈ പ്രവർത്തനം നിങ്ങൾക്ക് നടത്താം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളും ആത്മാർത്ഥമായി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ രോഗം ബാധിച്ചപ്പോൾ ഒരു കുല മുന്തിരി തിന്നാൻ ഒരു പൂതി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു കുല മുന്തിരി കിട്ടിയാൽ തിന്നാമായിരുന്നു എന്നുള്ള പൂതി. കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ, രോഗിയായി കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് തിന്നാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം ഒരു കുല മുന്തിരി കൊണ്ടുവന്നു. ഫസ്തുരിയ ലഹു ഉൻഖൂദു ഇനബിൻ,
ഒരു കുല മുന്തിരി കൊണ്ടുപോയി. അപ്പോഴാണ് ഒരു മിസ്കീൻ വാതിൽക്കൽ വരുന്നത്. ആ മിസ്കീൻ വാതിൽക്കൽ വന്നിട്ട് വല്ലതും തരുമോയെന്ന് വെച്ചു. മഹാനവറുകൾ പറഞ്ഞു, അഴുത്തൂഹുയ്യ, ഇവിടെ വേറെ ഒന്നുമില്ല, ഈ മുന്തിരി എടുത്തായ കൊടുത്തേക്ക്. കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇത് കണ്ട അവിടെ ഉള്ള ഒരാള്, അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, വേദനയാവുമല്ലോ. അബ്ദുല്ലാഹിബിൻ ഉമർ അങ്ങേറ്റത്തെ താല്പര്യത്തോടെ ഒരു 2 മുന്തിരി തിന്നാൻ വേണ്ടിയിട്ട് ഒരു കുല മുന്തിരി കൊണ്ടുവന്നപ്പം ഒരു യാചകൻ വന്നിട്ട് ഇത് തട്ടിയെടുത്തു കൊണ്ടുപോയി, അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇയാൾ കുറുക്കിന് പുറത്തുകൂടെ ചാടിയിട്ട് ഈ സാധുവിനെ കണ്ടിട്ട് ഇയാളോട് ചോദിച്ചു, ഈ മുന്തിരിക്കൊല വിൽക്കുമോന്ന് ചോദിച്ചു. ഇവർക്ക് പലപ്പോഴും അങ്ങനെ ആയിരിക്കും, ചില സമയത്തൊക്കെ യാചകന്മാരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഈ കിട്ടിയത് ഇവർ വിൽക്കാനും തയ്യാറാവും. വിൽക്കുമോന്ന് ചോദിച്ചു. ഓ, വിൽക്കുന്ന. എത്ര വേണമെന്ന് ചോദിച്ചു. 1 ദിർഹം തരണം എന്ന് പറഞ്ഞു. 1 ദിർഹം കൊടുത്തിട്ട് അത് വിറ്റു. ആ ദിർഹമിന് അത് വാങ്ങിയിട്ട് ഇയാള് അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ വീട്ടിൽ തന്നെ പോകുന്നു. ഇയാൾ പോരുന്നത് അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ വീട്ടിലേക്കാണ് എന്ന് കണ്ടപ്പോ ഈ മിസ്കീന് മനസ്സിലായി, ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ്. ഇയാൾ അബ്ദുല്ലാഹിബിൻ ഉമറിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് എന്നോട് വാങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. മിസ്കീൻ കുറച്ചിങ്ങനെ കാത്തുനിന്ന് മൂപ്പര് പിന്നെയും വന്നു. വല്ലവും തരുമോന്ന് വെച്ചു വാദിക്കുന്നു. അപ്പൊ ഇത് കൊടുക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ ഉമർ കൊടുത്തു. വീണ്ടും പോയി. ഈ ശിഷ്യൻ പിന്നാലെ തന്നെ പോയിട്ട് 1 ദിർഹമിന് അത് കൊടുത്തു. എന്നിട്ട് ആ ദിർഹമിന് കൊടുത്തിട്ട് ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പം ഈ ശിഷ്യൻ ശ്രദ്ധിക്കുകയാണ്, മറ്റേ യാചകൻ വരുന്നുണ്ടോ എന്ന്. കാരണം ഇയാളെ മനസ്സിലായി, ഇപ്പൊ 2 ദിർഹം കിട്ടി. ഇയാളിത് പൈസ ഉണ്ടാക്കും, 10 വട്ടം വന്നാൽ 10 വട്ടം ഇയാൾ വരും. എന്നാൽ 10 ഉറുപ്പ്യ കിട്ടും. അയാളുടെ ലക്ഷ്യം അതാണ് എന്ന് മനസ്സിലായപ്പം വരുന്നുണ്ടോ നോക്കി. വന്നപ്പം വരുന്നത് കണ്ടപ്പം ഈ ശിഷ്യൻ പറഞ്ഞു, ഇനി ഇതുവഴി വന്നു പോകാൻ പാടില്ല, നിങ്ങൾ ഇത് തന്നെ ഒരു പണിയാക്കിയേക്കാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമറിന് അങ്ങേയറ്റത്തെ താല്പര്യമുള്ളത് കൊണ്ട് ഒരല്പം മുന്തിരി കഴിക്കാൻ താല്പര്യം ഉണ്ടായപ്പോൾ മുന്തിരിക്കുല വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൊണ്ടുപോയി ഞാൻ പൈസ തന്ന് വാങ്ങി നിങ്ങളെ പിരിച്ചു വിട്ടപ്പം വീണ്ടും വന്നു. ഇനിയും നിങ്ങൾ വരികയാണ്, നടക്കൂല, പോയി അവിടുന്ന്. ഇത് കേട്ടപ്പോൾ അയാൾ പോയി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പോയി. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പേരിൽ ആക്ഷൻ സ്വീകരിക്കുമായിരുന്നു. ഞാൻ അയാളെ തിരിച്ചയച്ച കഥ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അറിയുകയാണെങ്കിൽ എൻ്റെ പേരിൽ ആക്ഷൻ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ ഇത് എത്രത്തോളം തട്ടിയിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഒരിക്കൽ ആക്ഷേപം പറഞ്ഞു, എന്നും ഒരാളെ പിടിച്ചേൽച്ചാൽ വരിക, കഷ്ടിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമറിന് കഴിക്കാൻ ശരിക്കും ഭക്ഷണം ഉണ്ടാവില്ല. വഴിയിൽ ആരെ കണ്ടാലും, ഒരാളല്ല, മിസ്കീന്മാരെ ആരെ കണ്ടാലും അവരൊക്കെ കൂട്ടിക്കൊണ്ടിരും. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പോരുന്ന വഴിയിൽ കണക്കാക്കി നിൽക്കും കുറെ മിസ്കീന്മാർ. കാരണം അതങ്ങനെയാണല്ലോ, കിട്ടും കൈക്ക് ആശ എന്ന് പറഞ്ഞതുപോലെ ചോറ് കിട്ടും, ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരും. ഇതെന്നും കൊണ്ടുവരുമ്പോൾ പ്രയാസമല്ലേ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഈ മിസ്കീന്മാരുടെ അടുത്ത് ഒരാളെ പറഞ്ഞയച്ചു, പിന്നെ നിങ്ങൾ ഈ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ ചോറ് അത് നിങ്ങൾ ബാത്തിലാക്കുകയാണ്, എന്നും വന്ന് കഴിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വന്നുകൊണ്ട് നിങ്ങളിതൊരു പണിയാക്കരുത് എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് ആരെയും കാണാനില്ല, വഴിയൊക്കെ ശൂന്യാണ്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമറിന് തോന്നി, എന്തെപ്പൊന്നും മിസ്കീന്മാരാരും കിട്ടിയില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാൻ ഒറ്റ മിസ്കീന്റെയും എനിക്ക് കിട്ടിയില്ലല്ലോ, എന്താണ് ഇത്? സത്യത്തില് അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ ഭാര്യ തലേന്ന് പറഞ്ഞതാ, ലാ തജ്ലിസു ബി ത്വരീഖിഹി, ഇവരെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ വഴിയിൽ ഇരിക്കാതിരുന്നത്. അപ്പൊ ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഒരൊറ്റ മിസ്കീന്റെയും കിട്ടിയില്ല. ഭാര്യയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഭാര്യക്കറിയാം. അപ്പൊ ഭാര്യ പറയാൻ, ഞാൻ കുടുങ്ങിപ്പോയി, കാരണം ഇത് അബ്ദുല്ലാഹിബ്നു ഉമറിന് അറിയില്ല, പക്ഷെ എൻ്റെ പദ്ധതി പാളി. അപ്പൊ പറഞ്ഞു, അവർക്ക് എന്തോ തിരക്കുള്ളത് കൊണ്ട് ഇന്ന് വരാൻ പറ്റാത്തതായിരിക്കും. എത്ര ആളവിടെ ദിവസം വരാറുള്ളതെങ്കിൽ അവർക്കുള്ള പൊതി വേറെ കരുതാൻ കൊടുത്തേക്കണം എന്നാണ്. അവരെ വീട്ടിലുള്ള പൊതി കൊടുത്തേക്കണം. അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, അത് പൊതിയാക്കി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക്, സാധാരണ അവിടെ വരാറുള്ള മിസ്കീന്മാരുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മിസ്കീന്മാരില്ലാത്ത ഈ രാത്രി എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. ആരൊക്കെയോ പ്രവർത്തിച്ചിട്ട് എൻ്റെ മിസ്കീന്മാരെ എൻ്റെ വഴിയിൽ നിന്ന് തടഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നു മാത്രമാണ്, അറത്തും അല്ലാ അതഅശല്ലൈലത, ഞാൻ ഇന്ന് രാത്രി അശാൽ കഴിക്കണ്ട, ഡിന്നർ കഴിക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചതാണ്. രാത്രി ചോറ് തിന്നണ്ട നിങ്ങൾ തീരുമാനിച്ചതാണ്. കാരണം എനിക്ക് മിസ്കീന്മാരില്ലാതെ ഇറങ്ങില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വിരുന്നുകാരില്ലാതെ സാധുക്കളില്ലാതെ എനിക്കിറങ്ങുകയില്ല. ഫലം യതഅശതിൽ കല്ലൈല, ആ രാത്രി ഡിന്നർ കഴിക്കാതെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഉറങ്ങിയത്. തോറ്റു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബീവി തോറ്റുപോവുകയാണ്. ബീവി പറയുന്നു, ഞാൻ തോറ്റുപോയി ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ. ബഹുമാനപ്പെട്ട ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്, പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട മഹാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ വിവാഹങ്ങൾ ഓരോന്നും കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓരോ പുതിയ വിവാഹങ്ങൾ മുത്തുനബി നടത്തുമ്പോഴും ആ ഭാര്യമാർക്ക് ജീവിക്കാൻ ആവശ്യമായ വീടൊരുക്കി കൊടുത്തിരുന്ന മഹാനാണ് ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ലാസ്റ്റ് സമയത്ത് അവിടുത്തെ കണ്ണിന്റെ കാഴ്ച പോയി. ഖദ് കുഫ ബസറുഹു, കണ്ണിന്റെ കാഴ്ച പോയി. അങ്ങനെ എന്ത് ചെയ്തു? മുസല്ലയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടുവാതിലേക്ക് ഒരു നൂല് കെട്ടി, ഒരു കയറ് കെട്ടി. കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റണം, നിസ്കരിച്ചാൽ പുരേക്കും പോകണം, അവിടുന്ന് പോരാ. അതിന് തടസ്സമില്ലാതെക്കാൻ, വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, മദീന പള്ളിയോട് ചേർന്നായിരുന്നു മഹാനവറുകളുടെ കോട്ടേഴ്സ് നടത്തിയിരുന്ന ആളാണ്. കുറേ കോട്ടേഴ്സുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വാടക കൊടുക്കുക. അതിൽ ഓരോ റൂമാണ് മുത്തുനബിക്ക് അനുവദിച്ചിരുന്നത് എന്നാണ്. ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പുതിയ ബീവിമാർ വരുമ്പോൾ അവർക്ക് ഓരോ റൂം കൊടുക്കും. അപ്പോഴാണല്ലോ ഫാത്തിമ ബീവി പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോ ബീവിമാർക്കും ഓരോ ഉമ്മമാർക്കും താമസിക്കാൻ വീട് നൽകിയ ഹാരിസത്തു ഇബ്നു നുഅ്മാനോട് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്കും അലിയാർക്കും ഒരു വീട് തന്നു പറഞ്ഞു. അപ്പം എപ്പോഴും മുത്തുനബിയെ കാണാലോ, അലിയാരുടെ കൂടെ താമസാക്കിയപ്പം നബിതങ്ങളെ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അത് അലിയാർ പറയിപ്പിച്ചതാണ്. അങ്ങനെ ഫാത്തിമ ബീവി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആയിഷോ ഫാത്തിമോ, ഇന്ന് വരെ എനിക്കൊരു വീട് വേണമെന്ന് ഞാൻ ഹാരിസത്തു ഇബ്നു നുഅ്മാനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ നാണം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീ എത്ര കഷ്ടപ്പെട്ടാലും നിനക്കൊരു വീട് വേണമെന്ന് ഞാൻ പറയൂല ഫാത്തിമോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഈ സംസാരം ഫാത്തിമ ബീവിയോട് ഈ സംസാരിച്ചത് മറ്റാരോ കേട്ടു. അവർ ചെന്ന് ഹാരിസത്തു ഇബ്നു നുഅ്മാനോട് പറഞ്ഞു, ഹാരിസത്തു ഇബ്നു നുഅ്മാൻ വീട് എടുക്കുന്നു. നബിയെ ഒന്ന് പറഞ്ഞാൽ പോരെ, അങ്ങയുടെ പൊന്നുമോൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ മുത്തു നബിയെ, ഞാനത് സാധിപ്പിക്കുമല്ലോ. എനിക്കത് ഇഷ്ടല്ലേ, എൻ്റെ സമ്പത്ത് അങ്ങയുടെ സമ്പത്താണ് നബിയെ, ഇഷ്ടമുള്ളതുപോലെ എപ്പോഴും ചോദിക്കാം, എത്രയും എടുക്കാം, അതിനാരും ചോദ്യം ചെയ്യില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. ഞാൻ പറയുന്ന ഹാരിസത്തു ഇബ്നു നുഅ്മാന്റെ ആ ഉദാര മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ സംഭവം കൂട്ടത്തിൽ. ആ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ കണ്ണിന് കാഴ്ചയില്ലാതെയായപ്പം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു നൂല് കെട്ടി, ഒരു കയറ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഈ കയറുമ്മൽ പിടിച്ചിട്ട് അങ്ങനെ അപ്പൊ കറക്റ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കും, ബെഡ്റൂമിലേക്കാണ് എത്തും. അവിടെ എന്ത് ചെയ്തു? ബെഡ്റൂമിൽ ഒരു കൊട്ട, ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്, ഒരു കുട്ടയുണ്ട് ബെഡ്റൂമിൽ. ആ കൊട്ട നിറയെ കാരക്കയായിരിക്കും. ആ കാരക്ക കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് നിറച്ചു വെക്കണം. ഇതെന്തിനാ അറിയാം? ആരെങ്കിലും വാതിൽക്കൽ വന്ന് വല്ലതും തരുമോ എന്ന് ചോദിക്കുന്ന യാചകർക്ക് ഈ കാരക്ക ഒരു പിടി വാരിയിട്ട് ഈ നൂലിലൂടെ വന്നിട്ട് വാതിൽക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് തിരിച്ചാണ് പോയി അവിടെ തന്നെ കിടക്കും. അവസാന കാലത്തെ അനുഭവമാണ് ഈ പറയുന്നത്. ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ കാരക്കയിൽ നിന്നൊരു പിടി കാരക്ക എടുത്തിട്ട് കൊടുക്കും എല്ലാ മിസ്കിന്മാർക്കും കൊടുക്കും. അപ്പൊ അവിടുത്തെ കുടുംബം പറഞ്ഞു, ഇതൊരു കഷ്ടപ്പാടാണല്ലോ,
കാരണം ഇത് കൊടുക്കുന്നതിലല്ല പ്രശ്നം, ഇത് കൊടുക്കാനുള്ള വിഷമം. കാരണം ഈ ഒരു പിടി വാരിയിട്ട് പിന്നെ നൂലെവിടെ തപ്പിത്തെരഞ്ഞ് കണ്ടെത്തിയിട്ട് ആ നൂലിലൂടെ പോയിട്ട് അത് കൊടുത്തിട്ട് ആ നൂല് തന്നെ പിടിച്ചിട്ട് വന്നിട്ട് കിടക്കണം. അപ്പൊ കുടുംബം പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ട ഉപ്പ, ഞങ്ങൾ കൊടുത്തോളാറുണ്ട് മക്കൾ, നിങ്ങൾ കൊടുക്കണ്ട, അത് ഞങ്ങൾ കൊടുത്തോളാം. അമൽ, നിങ്ങൾ ചെയ്യുന്ന പണി ഞങ്ങൾ ചെയ്തോളാം, ഉപ്പ കഷ്ടപ്പെടണ്ട, അല്ല കൊടുക്കണ്ട എന്നല്ല മക്കൾ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ യഖൂലു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മുനാവലത്തൽ മിസ്കീനി തഖീമി തതസൂ, സാധുക്കൾക്ക് നേരിട്ട് ഭക്ഷണം കൈമാറുക എന്നത് ചീത്തയായ മരണത്തെ തൊട്ട് കാക്കുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ കൊടുത്തെങ്കിലല്ലേ എനിക്കത് കിട്ടുള്ളൂ, ഞാൻ തന്നെ കൊടുത്തെങ്കിലല്ലേ എനിക്കത് കിട്ടുള്ളൂ. ഈ സാധുക്കളെയാണ് നമ്മൾ നമ്മുടെ വാതിൽക്കൽ നിന്ന് ആട്ടിയോടിക്കുന്നു. ഓർക്കണം, പരിഗണിച്ചേ പറ്റൂ, പരിഗണിച്ചേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഗണിക്കണം. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ സ്വർഗം കാണുന്നു. ആ സ്വർഗം നബി തങ്ങൾ വിസിറ്റ് ചെയ്ത അനുഭവം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആ സ്വർഗം വിസിറ്റ് ചെയ്ത സംഭവം. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്വർഗത്തിന്റെ അടുത്ത് കൂടെ പോയപ്പോൾ ഒരു വാതിൽ, ആ വാതിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, പരിപൂർണമായി തുറന്നിട്ടില്ല. ആ റൂമിൽ നിന്ന് നല്ല മധുരമായ ഖുർആന്റെ ശബ്ദം കേൾക്കുന്നു, മധുരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം. മുത്തുനബി പറഞ്ഞു, അപ്പോൾ ഞാൻ ആ റൂമിലേക്കൊന്നെത്തി നോക്കിയപ്പോൾ ഫഇദാ ഹുവ ഹാരിസത്തു ബിനു നുഅ്മാൻ, സ്വർഗത്തിൽ ചാരിയിരുന്ന് വശ്യമായ ശൈലിയിൽ ഖുർആൻ ഓതുന്ന വ്യക്തി ഹാരിസത്തു ബിനു നുഅ്മാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഹാരിസത്തു ബിനു നുഅ്മാന് നാളെ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് ചെറിയ മഹത്വമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ മഹത്വം കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചതും സാധുക്കളെ സഹായിച്ചതും ഒക്കെയാണോ? അത് മാത്രല്ല മുഅ്മിനീങ്ങളെ, ജിബ്രീൽ പറയുന്നു കാന യബറു ബി ഉമ്മിഹി, സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതാനുള്ള ഈ ഒരു പുണ്യാവസരം, ഈ ഒരു ഗോൾഡൻ ചാൻസ്, ഈ ഒരു സുവർണാവസരം ഈ മനുഷ്യന് കിട്ടാൻ കാരണം പ്രായമായ ഉമ്മാനെ നല്ലപോലെ പരിചരിച്ചിരുന്നു, മാതാവിന്റെ പൊരുത്തം വേണ്ടതുപോലെ നേടിയ മനുഷ്യനാണ്. വയസ്സു ചെന്ന മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നവരാലോചിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വൃദ്ധസദനങ്ങൾ സൃഷ്ടിക്കുന്നവരാലോചിക്കണം. വയസ്സു ചെന്ന മാതാപിതാക്കൾക്ക് പരിഗണന ലഭിക്കണം. അത് ലഭിക്കാതെ പോകരുത് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. സ്വർഗവാതിൽ അടഞ്ഞു പോകും കേട്ടോ, പേടിക്കണം. അപ്പോൾ അനാഥകളെയും മിസ്കീന്മാരെയും ശ്രദ്ധിക്കണം.